മുരിങ്ങാക്കോല് വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മുരിങ്ങാക്കോല് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ മുരിങ്ങാക്കോലിൻ്റെ സീസണാണെന്ന് തോന്നുന്നു, കാരണം എല്ലായിടത്തുനിന്നും നമുക്കിത് കൊണ്ടുതരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം മുരിങ്ങാക്കോല് നന്നായിട്ട് കഴുകുക. എന്നിട്ട് ആ കോല് ഇതേപോലെ രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യുക. രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. അതിനുശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ പഴുപ്പ് നമുക്ക് ഇതേപോലെ ചുരണ്ടി എടുക്കുക. കത്തിയൊന്നും ഉപയോഗിച്ചിട്ട് ചെയ്യരുത്, വളരെ കെയർഫുള്ളായിട്ട് ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. അതിനിപ്പം ഓരോ പീസായി മുറിക്കുക എന്നുള്ളത് വലിയ ടാസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പേസ്റ്റ് പോലെ അരഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ഒരു രൂപത്തിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയും പിന്നെ ചെറിയ ഉള്ളിയും കാന്താരിയാണ്. നിങ്ങൾക്ക് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം. ഞാനിവിടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. അതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളിത് ചട്ടിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയുടെ പൾപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരുപാട് സമയമൊക്കെ അടച്ചു വെച്ച് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒരു 1-2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും ഒരു 1-2 മിനിറ്റ് അടച്ചു വെക്കാം. നമ്മുടെ താരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിങ്ങനെ കോരി വെക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമുണ്ട്. നമ്മുടെ ചെറിയുള്ളിയുടെയും കാന്താരിയുടെയും ഈ മുരിങ്ങാക്കോലിൻ്റെയും ഒക്കെ കൂടി നല്ലൊരു മണം നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട് മക്കളെ. നിങ്ങൾക്കിത് കാണുമ്പം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.